ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രൊഫഷണലിസം എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സുകളും ആൻഡ് ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസിലെ കുറച്ച് ട്രേറ്റ്സുകളുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എനിവേ, ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണലിലാണ് കുറച്ച് ട്രേറ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ട്രേറ്റ്സുകളും കൂടി ഒന്ന് പറയുന്നതിന് മുൻപ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ട്രേറ്റ്സുകളെ അല്ലെങ്കിൽ ആ ക്വാളിറ്റീസിനെ ഒന്നും കൂടി ഒന്ന് ഷോർട്ടപ്പ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സലൻസ് ആയിരുന്നു. എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികവ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മളെ നോളജും സ്കില്ലും വെച്ച് നമ്മളൊരു കാര്യം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ എക്സലൻസ് പറയുന്നത്. എന്തൊരു നമുക്ക് കിട്ടുന്ന എന്തൊരു കാര്യവും നമ്മൾ എക്സലൻ്റ് ആയിട്ടുള്ള വേയിലൂടെ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് സ്കില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ ഓർഗനൈസേഷണൽ സ്കില്ലായിരുന്നു. ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഹൗ ടു ബിഹേവ് ഇൻ എൻ ഓർഗനൈസേഷൻ എന്നാണ് സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ഒരു ഗുഡ് പ്രൊഫഷണൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ സ്കിൽ എന്നതുകൊണ്ട് മീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. കൃത്യമായിട്ടുള്ള സമയം ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആ സമയം എപ്പോഴാണോ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആ ടൈമിൽ തന്നെ ചെയ്ത് തീർക്കുക. ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു ടൈമിൽ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് സമയം, ഒരു ദിവസം ചെയ്യേണ്ട കംപ്ലീറ്റ് വർക്കിനെ കറക്റ്റായിട്ട് ടൈം അലോട്ട് ചെയ്ത് ആ ടൈമിൽ തന്നെ ആ വർക്കിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഗുഡ് പ്രൊഫഷണലിനെ വേണ്ട ഒരു ക്വാളിറ്റി ആയിരുന്നു. ദെൻ ഫോർത്ത് വൺ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് സംസാരിക്കാനും അത് കേൾക്കാനും ഒക്കെ റെഡി ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അത് കോവർക്കേഴ്സിനോടാണെങ്കിലും ശരി, അതേപോലെ തന്നെ സുപ്പീരിയേഴ്സിനോടാണെങ്കിലും ശരി, സബോർഡിനേറ്റ്സിനോടാണെങ്കിലും ശരി, ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് ഓറൽ കമ്മ്യൂണിക്കേഷനോ വെർബൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനോ ഏത് രീതിയിലും ആയിരിക്കാം, പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിഫ്ത്ത് വൺ വന്നിട്ടുണ്ടായിരുന്നത് സോഫ്റ്റ് സ്കില്ലുകളാണ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സ്കിൽസ് നീഡഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ള കോമൺ സ്കില്ലുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ സോഫ്റ്റ് സ്കില്ലിൽ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തുണ്ടായിരിക്കണം, ടീം വർക്ക്, അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ, റെസ്പോൺസിബിലിറ്റി, പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ എന്താണ് ഈ സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ കോമൺ സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ വന്നിട്ടുണ്ടായിരുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്ത് കാര്യത്തിനെയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വേയിലൂടെ ഡീൽ ചെയ്യുക. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള വേയിലൂടെ തന്നെ അതിനുള്ള ഡിസിഷൻ എടുത്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എപ്പോഴും എന്ത് സിറ്റുവേഷനിലും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന പോയിന്റ് കൊണ്ട് മീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റുകളാണ് ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുള്ള വർക്കിന് അതിപ്പോൾ ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഏതൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നമ്മൾ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കുന്നതാണ്. ഏതൊരു ഓർഗനൈസേഷനും റൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് നേടിയെടുക്കുക, അത് ഫോക്കസ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്നുള്ളതാണ് ഈ ഒരു ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന ടേം കൊണ്ട് മീൻ ചെയ്തിട്ടുള്ളത്. ഓരോ ഓർഗനൈസേഷനുള്ള ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ എന്താണോ ഒരു ഓർഗനൈസേഷനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അതിനെ ഒരു ഗോളായി സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഫോക്കസും അതിൽ കൊടുത്തുകൊണ്ട് ആ ഒരു ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്നുള്ളതാണ് എത്തിക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, ലൈക്ക് ചില വ്യക്തികളുടെ എത്തിക്സ് എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ എത്തിക്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. മോറലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ വാട്ട് ഈസ് ഗുഡ് ഓർ റോങ് അല്ലെങ്കിൽ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് എന്ന് പറയുന്നതാണ് എത്തിക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എത്തിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക, അൺഎത്തിക്കലായിട്ട് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. കൃത്യമായിട്ടുള്ളൊരു കോഡ് ഓഫ് എത്തിക്സ് ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കും. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള എത്തിക്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓർഗനൈസേഷനും നല്ല രീതിയിൽ തന്നെയുള്ള രീതിയിലുള്ള എത്തിക്സുകളായിരിക്കണം ഏതൊരു ഇൻഡിവിജ്വലും ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എത്തിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഏറ്റവും കൂടുതൽ എത്തിക്സ് നമ്മൾ കേട്ടിട്ടുള്ള പ്രൊഫഷനാണ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഇവരൊക്കെ. അതേപോലെ തന്നെ അക്കൗണ്ടൻസ്, നമ്മളുടെ ഫീൽഡിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം എത്തിക്സ് ഫോളോ ചെയ്യേണ്ട വ്യക്തികളാണ്. കാരണം ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണല്ലോ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരു വർഷാവസാനം അവരാണല്ലോ ചെക്ക് ചെയ്യുക.
അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അത് അവരുടെ വർക്കിനോട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനോട് ചെയ്യുന്ന എത്തിക്സ് ആണ്. സോ നല്ല എത്തിക്കൽ വാല്യൂസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിലും എപ്പോഴും ഒരു എത്തിക്സ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. എത്തിക്കൽ ബിഹേവിയർ ഉണ്ടായിരിക്കണം. ദെൻ തേർഡ് വൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് 9th വൺ, കണ്ടിന്യൂസ് ലേണിംഗ്. കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു പൊസിഷനിൽ എത്തിയൊരു ജോലി ചെയ്ത് അവിടെ ഇരിക്കുകയാണെങ്കിലും പിന്നെയും എന്ത് ചെയ്യുക, അറിവുകൾ നേടുക, എപ്പോഴും അപ് ടു ഡേറ്റ് ആവാൻ ശ്രമിക്കുക എന്നുകൊണ്ടേ മീൻ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ആ ഒരു ഫീൽഡിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എല്ലാം അഡാപ്റ്റ് ചെയ്യും. അതിനെയൊക്കെ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളുടെ ഫീൽഡിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുകയല്ല. ഒരു മനുഷ്യൻ്റെ പഠനം എന്ന് പറയുന്നത് അയാളുടെ ജീവിതാവസാനം വരെ കൊണ്ടുപോകും. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നതും ആ വ്യക്തി എന്തായിരിക്കണം, ആ ഒരു ഏരിയയിൽ, ആ ഏരിയ മാത്രമല്ല മറ്റുള്ളതും കവർ ചെയ്യും, പക്ഷേ അയാൾ നിൽക്കുന്ന ഏരിയ എന്താണോ ആ ഏരിയയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യും. അതിൽ വരുന്ന പുതിയ കാര്യങ്ങളെയൊക്കെ അയാളുടെ ലൈഫിൽ, അയാളുടെ കരിയറിൽ, അയാളുടെ ജോബിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സീക്ക് അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ ഉപദേശങ്ങൾ തേടുക എന്ന് പറയുന്നതാണ് സീക്സ് അഡ്വൈസ് എന്ന പോയിന്റ് മീൻ ചെയ്തത്. അതായത് ഏതൊരു വ്യക്തിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയുന്നവരായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അത്തരം ഇൻഫർമേഷൻ അറിയുന്ന മറ്റു വ്യക്തികളുണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ഫീൽഡ്, നമ്മളുടെ ഫീൽഡിൽ തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഒരു പ്രൊഫഷണൽ, ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ, അതേ ഫീൽഡിലുള്ള മറ്റുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഫീൽഡിലുള്ള ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള വ്യക്തികളിൽ നിന്നോ എന്ത് ചെയ്യുക, ഉപദേശങ്ങൾ തേടുന്നവരായിരിക്കും ഒരു നല്ല പ്രൊഫഷണൽ. അയാൾക്ക് കാര്യങ്ങൾ ചോദിക്കാനോ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇപ്പോൾ ഞാൻ വേറെ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തോന്നും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യണം, അഡ്വൈസ് വേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അഡ്വൈസ് ചോദിക്കാൻ കഴിവുള്ളവരായിരിക്കണം പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള നോളജുകൾ ആവശ്യമുള്ളിടത്ത് എക്സ്പേർട്ടിൻ്റെ നോളജ് അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷനുകൾ അവരുടെ അടുത്ത് കളക്ട് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സീക്സ് അഡ്വൈസ് എന്ന പോയിൻ്റോട് മെയിൻ ചെയ്യുന്നത്. ദെൻ അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ. അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ നമ്മളൊരു പ്രൊഫഷനിൽ നിൽക്കുകയാണ്, ആ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ആ ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള സർവീസുകൾ ചെയ്യാനും ശ്രമിക്കുക. ഇപ്പോൾ ഒരു കമ്പനിയുടെ മാനേജറായി നിന്നുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതോടൊപ്പം ആ കമ്പനിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ സഹായങ്ങൾ നൽകുകയും അതേപോലെ തന്നെ നമ്മളെ പ്രൊഫഷനെ അത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുകയും ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, മറ്റുള്ളവർക്ക് അതൊരു സർവീസ് ആവുകയും ചെയ്യുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ഏതെങ്കിലും കുറച്ച് കുട്ടികൾക്ക് ഈ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് ടൈ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. പല ഏജൻസികളും അങ്ങനെയൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ക്ലാസ്സുകൾ കോളേജുകളിൽ വന്നിട്ട് കരിയർ ഡെവലപ്മെൻറ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഫൈനൽ ഇയർ കുട്ടികൾക്കൊക്കെ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിക്കും ഒരു സർവീസുമാണ്. അതേപോലെ കുട്ടികൾക്ക് അതൊരു സർവീസുമാണ്. അവരുടെ പ്രൊഫഷനിൽ അതെന്താണ്, ആ കമ്പനിക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സർവീസുകൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ടീച്ചേഴ്സ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഗുഡ് പ്രൊഫഷണൽ ടീച്ചേഴ്സ് യങ്ങർ മെമ്പേഴ്സ് ഓഫ് ദ പ്രൊഫഷൻ. ഹി വാണ്ട്സ് ടു പാസ് ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഹി ഹാസ് ഗെയിൻഡ് ഓവർ ദ കോഴ്സ് ഓഫ് ഹിസ് ഓൺ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് ദ പ്രൊഫഷണൽ ലൈഫ് ഓഫ് അതേഴ്സ്. അതായത് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയും അതേപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്തൊരു വ്യക്തിയും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അവർക്ക് എങ്ങനെയാണ് ആ ജോലി, അവർക്ക് നോളജ് കൂടുതലായിരിക്കും പുതിയ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മേ ബി, പക്ഷേ അവർക്ക് സ്കില്ല് കുറവായിരിക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്കില്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അത് നല്ല പ്രൊഫഷണലാണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്തു അയാളുടേതായിട്ടുള്ള ഇൻഫർമേഷനുകൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഈ പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് അപ്പിയറൻസ് എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അയാളുടെ ലുക്ക് ആൻഡ് അപ്പിയറൻസ് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു വ്യക്തിയുടെ സെൻസ് ഓഫ് ഡ്രസ്സിങ്, അയാളുടെ ഫാഷൻ സെൻസ്, അയാളുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക്, അയാളുടെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി എല്ലാം ഇതിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ എ പ്രൊഫഷണൽ ഈസ് നീറ്റ് ഇൻ അപ്പിയറൻസ് ആൻഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ അപ്പിയറൻസ് വെൻ മീറ്റിംഗ് ദ പ്രോസ്പെക്ട്സ് ഓർ ക്ലയൻറ്റ്സ്. അതായത് ഒരു പ്രൊഫഷണലായിട്ടുള്ള വ്യക്തി എപ്പോഴും അയാളുടെ ലുക്കിൽ മൊത്തത്തിൽ നീറ്റായിട്ടായിരിക്കും തോന്നുക. അതായത് നമ്മൾ ആ ജോലിക്ക് ആപ്റ്റായിട്ടുള്ള ആളാണെന്ന് തന്നെയാണ് ഫീൽ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഡോക്ടർ, അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ലുക്ക് ഏകദേശം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ, നഴ്സ് എന്ന് പറയുന്ന കമ്പൗണ്ടർ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കും. കാരണം എങ്ങനെയായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലൊരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും, അതിൻ്റേതായിട്ടുള്ള രീതിയിലൊരു ഡ്രസ്സിങ് സെൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണുള്ളത്, കൃത്യമായിട്ട് ടക്കിനൊക്കെ ചെയ്തിട്ട് അങ്ങനെയായിരിക്കും അവരുടെ അപ്പിയറൻസ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ളതാണ് അപ്പിയറൻസ് എന്ന ടേം കൊണ്ട് അത്രയും മീൻ ചെയ്യണം. അയാളുടെ ലുക്ക് ആൻഡ് അപ്പിയറൻസ് തന്നെയാണ് അതിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ. ഫോർമലായിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കും ഏതൊരു വ്യക്തിയും അവരുടെ പ്രൊഫഷനിൽ ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലത്തെ പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്തുള്ള പോലെ ആവില്ല ഏതൊരു വ്യക്തിയും ഉണ്ടായിരിക്കുക ഓഫീസിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലിരിക്കുമ്പോൾ ചെയ്യുന്നത്. സോ അത്തരത്തിൽ അയാൾ ക്ലയൻറ്റുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോവർക്കേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങനത്തെ മീറ്റിംഗ് ടൈമിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു ലുക്ക് അയാൾ എപ്പോഴും എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് അപ്പിയറൻസ് എന്ന പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഡെമണറാണ്. ഡെമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെരുമാറ്റ രീതിയെയാണ് നമ്മൾ പറയുക. ഡെമണർ ഓഫ് എ പേഴ്സൺ professional should reflect confidence. He must be polite and well spoken when interacting with customers, superiors or co-workers. A professional is an expert in the field and need to treat clients with all respects. പെരുമാറ്റ രീതി എന്നാണ് ഡെമണർ എന്ന വേർഡിന് മീൻ ചെയ്യുന്നത്. അതായത് അത്ര തന്നെ ആ പോയിന്റിൽ മീൻ ചെയ്യുന്നുള്ളൂ. ഒരു പ്രൊഫഷണൽ, കൃത്യമായിട്ടുള്ള ഒരു ഗുഡ് പ്രൊഫഷണൽ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും ആ റെസ്പെക്റ്റോട് കൂടി അവരുടെ ക്ലയൻസിനാണെങ്കിലും കോവർക്കേഴ്സിനോടാണെങ്കിലും ഒക്കെ ബിഹേവ് ചെയ്യാനും അവരെ ഡീൽ ചെയ്യാനും പറ്റും. അയാൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പൊളൈറ്റായിട്ട് കാര്യങ്ങൾ, നീറ്റായിട്ട് കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നല്ല കോൺഫിഡൻ്റ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഡെമണർ എന്ന പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുഡ് പ്രൊഫഷണൽ ആണെങ്കിൽ അയാളുടെ വർക്കേഴ്സിനോട്, സുപ്പീരിയേഴ്സിനോട്, കസ്റ്റമേഴ്സിനോട്, അതേപോലെ തന്നെ ക്ലയൻസിനോടൊക്കെ സംസാരിക്കുമ്പം പൊളൈറ്റായിട്ടും അതേപോലെ തന്നെ വിത്ത് ഓൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ സംസാരിക്കാനും പെരുമാറാനും ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഡെമണർ എന്ന പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ട്രെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണലാണ്. ഒരു ഗുഡ് പ്രൊഫഷണൽ എന്തായിരിക്കും, എപ്പോഴും എക്സലൻ്റ് ആയിരിക്കും. അയാൾക്ക് അയാളുടേതായിട്ടുള്ള രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്കില്ലുകൾ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ കഴിവുള്ള, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് കോമൺ സ്കിൽസുകൾ ഉണ്ടായിരിക്കും. ഒരു ഓർഗനൈസേഷനുള്ളിൽ നിൽക്കുമ്പോൾ ടീം വർക്കും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കും ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും ഈ ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അയാൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും കാര്യങ്ങളിൽ. അതേപോലെ തന്നെ അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും ഗുഡ് പ്രൊഫഷണൽസ്. അതേപോലെ തന്നെ ഇത് വർക്ക് എത്തിക്സ്, ഒരു ഗുഡ് എത്തിക്സ് എപ്പോഴും ഫോളോ ചെയ്യുന്നവരും, അതേപോലെ തന്നെ അയാളുടെ ഫീൽഡിനെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യമാണെങ്കിൽ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഒരു തരത്തിലുള്ള മടിയും കാണിക്കാത്ത ആളുകളുമായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ ന്യൂ ജനറേഷന് അയാളുടെ അറിവുകളെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു നല്ല പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ആൻഡ് അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ, ആ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സർവീസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് അയാൾ ലുക്ക് ആൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാവും. ആൻഡ് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഡെമണർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അയാളുടെ ബിഹേവിയറിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അയാൾ എപ്പോഴും വെൽ റെസ്പെക്റ്റോട് കൂടി ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത്രയാണ് ഒരു പ്രൊഫഷണലിനുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിലുള്ള ട്രെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ബിസിനസ്സിൽ പ്രൊഫഷണലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ ബിസിനസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ബിസിനസ്സിലും പ്രൊഫഷനും എത്രത്തോളം സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഏതൊരു ബിസിനസ്സും എന്താണ് ലോങ് ടേമിലേക്ക് നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കോ വേണ്ടിയിട്ടല്ല, ഒരുപാട് കാലം നിലനിൽക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. അത് വലിയ ബിസിനസ്സാണെങ്കിലും ചെറിയ ബിസിനസ്സാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പരം ഒരു നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ടും നല്ല രീതിയിൽ നല്ല എത്തിക്സോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത്തരത്തിൽ ഒരു നല്ല പ്രൊഫഷണലിസം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതെന്താണ്, ആ ഓർഗനൈസേഷൻ്റെ ഒരു ലോങ് ടേം സക്സസ്സിന് അത് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ.
നോക്കുക, ഒരു മാനേജർ ആയിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ അവിടെ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ തമ്മിൽ എന്നും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ്. അത് ശരിക്കും ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലൊന്നും പോകുന്നില്ല. അവിടെ വരുന്ന ആളുകളെ, കസ്റ്റമേഴ്സിനെയൊക്കെ എപ്പോഴും മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സുകളൊന്നും ഉണ്ടാവുകയില്ല. കസ്റ്റമേഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ പുറത്തുള്ള സൊസൈറ്റിക്കാണെങ്കിലും ആ കമ്പനിയെക്കുറിച്ച് വലിയ നല്ല അഭിപ്രായവും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കമ്പനികൾക്ക് ലോങ് ടേം ആയിട്ട് നിലനിന്ന് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു നല്ല പ്രൊഫഷണലിസം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ്, അല്ലെങ്കിൽ എന്തിനായിരിക്കും അത്തരത്തിലൊരു കമ്പനിയുടെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രൊഫഷണലിസത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പോയിൻറ്റ്സിൽ നോക്കുന്നത്. അത് ഫസ്റ്റ് പോയിൻ്റ് വന്നിട്ടുള്ളത് എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറീസ് ആൻഡ് അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഒരു അതിർത്തി സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊരു കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറം ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബിഹേവ് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാതിരിക്കാം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് കറക്റ്റ് ആവുക, എന്ത് ചെയ്താലാണ് തെറ്റാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ വ്യക്തികൾക്ക് തന്നെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പ്രൊഫഷണലിസത്തിന് സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എത്തിക്സൊക്കെ ഫോളോ ചെയ്യും നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എത്തിക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന നല്ല പ്രൊഫഷണലുകളുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനുള്ള വ്യക്തികൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലാണ് കൃത്യമായിട്ട് ശരിയാവുന്നത്, നമ്മൾ എന്ത് ചെയ്താലാണ് ശരിയാവുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത്, എന്തൊക്കെയാണ് അവിടെ വേണ്ടാത്തത് എന്നുള്ളത് അറിയാൻ സാധിക്കുകയും ചെയ്യും. അതെന്തിനുള്ള അവസരങ്ങൾ കുറയ്ക്കും, വഴക്കുകൾ, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഓർഗനൈസേഷനുള്ള എപ്പോഴും എന്തുണ്ടാവില്ല, ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഉണ്ടാവില്ല. ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റുകൾ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സ്റ്റേജിലോട്ട്, നല്ലൊരു ഡെവലപ്മെൻറ്റിലോട്ട് പോവുകയും ചെയ്യും. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് മീൻ ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറീസ്, കൃത്യമായിട്ടൊരു ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് അവോയ്ഡ്സ് കോൺഫ്ലിക്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ള കോൺഫ്ലിക്റ്റുകളും അതേപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സുകൾ, റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. അങ്ങനെ നോക്കാം. എൻകറേജസ് കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. എന്തായിരിക്കും, ഒരു നല്ല പ്രൊഫഷണലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലാണെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ കരിയറിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. കരിയർ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കരിയറിൽ, അതായത് വ്യക്തിയുടെ ഭാവിയിൽ ഒരുപാട് നല്ല തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കാരണം ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തിക്ക് ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു മാനേജിങ് പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള ഗ്രോത്ത് അയാളുടെ കരിയറിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആ ഓർഗനൈസേഷനും ഗ്രോത്ത് തന്നെയാണ്. കാരണം ആ വ്യക്തി അയാളുടെ അറിവുകളെ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവും. സോ പ്രൊഫഷണലിസം, ഒരു ഓർഗനൈസേഷനുള്ളിൽ പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ആ വ്യക്തിയുടേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി എമംഗ് ക്ലയൻറ്റ്സ്. തേർഡ് പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി എമംഗ് ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഏതൊരു വ്യക്തിയും, അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവരതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഏത് കാര്യം കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വേയിലൂടെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഒരു കമ്പനിയെ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഈ നല്ല പ്രൊഫഷണൽസ് എപ്പോഴും ശ്രമിക്കും. അതെന്താണ്, കമ്പനിയെ മറ്റുള്ള സൊസൈറ്റിയുടെ മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് തന്നെയാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഗ്രോത്തും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നത്. അപ്പോൾ ബിസിനസ്സിന്, പെർട്ടിക്കുലർ ബിസിനസ്സിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇംപ്രഷൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും, സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ലൊരു പ്രൊഫഷണൽസ് ഒരുപാടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗനൈസേഷണൽ സ്കില്ലെന്ന്, പ്രൊഫഷണൽസിൻ്റെ വേണ്ട ക്വാളിറ്റീസിൽ പറഞ്ഞ സമയത്ത്. അപ്പോൾ ഓർഗനൈസേഷൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, അവിടെ ഓരോ വർക്കുകളും കൃത്യമായിട്ടുള്ള സമയത്ത് കഴിയും. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയാണോ കൃത്യമായിട്ടുള്ള രീതിയിൽ വേണ്ടത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ, അവരുടെ ക്ലയൻസിൻ്റെ ഇടയിൽ ഓർഗനൈസേഷന് നല്ലൊരു പേരുണ്ടാക്കിയെടുക്കാനും സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി, ക്ലയൻസ് ആൻഡ് കോവർക്കേഴ്സ് എന്ന് പറയുന്നത്.
ഇത് നമ്മൾ ഓൾറെഡി ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസിൽ പറഞ്ഞതാണ്. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും അവർക്ക് കൃത്യമായിട്ടൊരു ഡെമണർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനിലുള്ള എല്ലാ വ്യക്തികൾക്കും എന്തുണ്ടായിരിക്കും, ഒരു ഡെമണർ ഉണ്ടായിരിക്കും. അത് ആ എൻ്റയർ ഓർഗനൈസേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വ്യക്തികളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേരുമ്പോൾ ഉള്ള പെരുമാറ്റം എങ്ങനെയാണോ അത് പുറത്ത് ആ ഓർഗനൈസേഷൻ മറ്റുള്ളവർ കാണുമ്പോൾ ആ രീതിയിലാണ് ഓർഗനൈസേഷനെ കാണുന്നത്. സോ എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഓർഗനൈസേഷനിലുള്ള ഓരോ വ്യക്തികളും പരസ്പരം ബിഹേവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുള്ള വ്യക്തികൾക്കും ആ ഓർഗനൈസേഷനോട് എന്തുണ്ടായിരിക്കും, അത്തരത്തിലുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ പറയുക. അതായത് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിലും ഞാൻ നിങ്ങളുടെ തോട്ട്സിനെയും കാര്യങ്ങളെയും ഒന്നും ക്ലാസ് എടുക്കുന്ന സമയത്ത് മാനിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളോടും നിങ്ങൾക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ സെൽഫ് റെസ്പെക്റ്റിനോടൊപ്പം തന്നെ നമ്മളെ കോവർക്കേഴ്സ് ആണെങ്കിലും അതിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ കൂടെയുള്ള ഏത് ഇൻഡിവിജ്വൽസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവർക്കും അവരുടേതായിട്ടുള്ള അവരുടെ തോട്ട്സിനും അവർക്കും ആ രീതിയിലുള്ളൊരു റെസ്പെക്റ്റ് എപ്പോഴും നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ഓർഗനൈസേഷനുള്ള പരസ്പരം ഓരോ വ്യക്തികളും അതിപ്പോൾ സുപ്പീരിയർ ആയിക്കോട്ടെ, സബോർഡിനേറ്റ് ആയിക്കോട്ടെ, കോവർക്കേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏറ്റവും ലോവർ ലെവലിലുള്ള ഒരു എംപ്ലോയി ആയിക്കോട്ടെ, എന്തുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റോട് കൂടി ഓർഗനൈസേഷനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, അവിടെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അതാണ് നെക്സ്റ്റ് പോയിൻറ്റും മീൻ ചെയ്യുന്നത്. എന്താണ്, പ്രൊഫഷണൽ ബിഹേവിയർ ഹെൽപ്സ് ടു മിനിമൈസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു പോയിൻറ്റിനെ കണക്ട് ചെയ്ത് പറയുകയാണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോയിൻറ്റിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ട് ആളുകൾ തമ്മിൽ, അവർക്ക് അവരുടേതായിട്ടുള്ള തോട്ട്സുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, വലിയ ഗോസിപ്പുകളും റൂമേഴ്സും കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് കോൺഫ്ലിക്റ്റിനെ കുറയ്ക്കും. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലുള്ള ആളുകൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നതിനെയാണ് നമ്മൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ആ ഒരു തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റുകളോ ഡിസ്പ്യൂട്ടുകളോ ഒന്നും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. സോ ഇറ്റ് മിനിമൈസ് കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിഹേവിയർ ഓഫ് employees in an organization helps to minimize conflict or disputes or disagreements in organization. ഒരു ഓർഗനൈസേഷനുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഓർഗനൈസേഷൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, വാമായിരിക്കും. ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എപ്പോഴും എന്തുണ്ടായിരിക്കും, ആ ഓർഗനൈസേഷനുള്ളിലെ വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൊഫഷണലിസം എലിമിനേറ്റ്സ് സ്ട്രെസ് ആൻഡ് ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. എലിമിനേറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നുണ്ട്. നമുക്കറിയാം എന്തായാലും സ്ട്രെസ് കുറവുള്ളടത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളത്. നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പാനിക്കാണ് ഒരു സ്ഥലത്തെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അത് തന്നെയാണ് ഈ ഒരു പോയിന്റ് മീൻ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറഞ്ഞു റെസ്പെക്റ്റ് ഉണ്ടാവും. ആ റെസ്പെക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ കോൺഫ്ലിക്റ്റ് കുറവെന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാവും. വലിയ അടിവഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പരസ്പരം വർക്കേഴ്സ് തമ്മിലൊന്ന് നല്ല റിലേഷനാണ്, നല്ല എന്താ പറയുക, പരസ്പരം ഭയങ്കര ധാരണയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതെന്ത്, തീർച്ചയായിട്ടും ഓർഗനൈസേഷനും നല്ല രീതിയിൽ തന്നെ, അതായത് ഓർഗനൈസേഷനിൽ എൻ്റെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടി ഒരു വർക്ക് ചെയ്യാൻ അവർ റെഡിയാവും. അത് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവും. സോ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര പ്രോഫിറ്റബിളായിട്ട് തന്നെ പോവുകയും ചെയ്യും, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടും. സോ അത് തന്നെയാണ് ആ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നുണ്ട്. പ്രൊഫഷണലിസം നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ എംപ്ലോയീസും വർക്കേഴ്സും ഒക്കെ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻക്രീസ് ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടും. അതായത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്ത് വർക്ക് വന്നാലും ചെയ്യാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നതാണ്. എല്ലാവരും അത് ചെയ്യുന്ന വർക്കുകളോട് കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും. അതായത് ഇപ്പോൾ എനിക്കൊരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇടാതെ കൃത്യമായിട്ട് ആ വർക്കിന് അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രോപ്പർ ടൈം എപ്പോഴാണോ അപ്പോൾ തന്നെ ചെയ്യും. ആ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ഡീൽ ചെയ്യാൻ ഞാൻ റെഡി ആവുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രോപ്പർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള വർക്കേഴ്സിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് കൂടും. അതായത് വർക്കേഴ്സ് കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ റെഡി ആവുകയും അവരതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ചെയ്യും. അത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെപ്പോഴും റെഡിയായി നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡു എവറിത്തിങ് ഇൻ എ റെസ്പോൺസിബിൾ മാനർ, അത്രയും മീൻ ചെയ്തിട്ടുള്ളൂ. ദെൻ ഫൈനൽ വൺ, ബിൽഡ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ് എന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നോക്കുക, ഒരു നല്ലൊരു ഓർഗനൈസേഷനിൽ നല്ല പ്രൊഫഷണലിസമൊക്കെ ഫോളോ ചെയ്യുന്നൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കും, എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്കില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക്. കാരണം അയാളുടെ ജോലി
എത്രത്തോളം ക്വാളിറ്റിയോട് കൂടി ചെയ്യാം എന്നുള്ളത് അയാൾ ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പഠിച്ചു. അപ്പോൾ എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചിട്ടയോട് കൂടി അത് ചെയ്യാനും അതേപോലെ തന്നെ ഇമോഷണലി മെച്യൂർഡ് ആവാനും സാധിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അത് സോൾവ് ചെയ്യുന്ന ടൈമിൽ കിടന്നിട്ട് ആകെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് എന്താ പറയുക, അയാൾ പാനിക് ആയിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും പറ്റില്ല. പകരം അതിന് മുൻപ് എന്തായിരുന്നു ആ പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ എക്സ്പേർട്ടിനെ ആരെങ്കിലും വിളിച്ച് കൃത്യമായിട്ടുള്ള അഡ്വൈസൊക്കെ നേടി ആ ഒരു പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ളൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡായി. സോ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷം വരിക ഒന്നും, അതായത് ഇമോഷൻസ് പെട്ടെന്ന് വരാതെ അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെൽഫ് കൺട്രോൾ എന്ന്, അതേപോലെ തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രൊഫഷണലിസം നമ്മൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ പ്രൊഫഷണൽസുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ, അതായത് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാനും ഇമോഷണലി മെച്യൂർഡ് ആവാനൊക്കെ അവർക്ക് എന്ത് ചെയ്യും, സാധിക്കും. അതേപോലെ തന്നെ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കും. അവർ ചെയ്യുന്ന വർക്കിനോട് അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. സോ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്, പേഴ്സണൽ ഗ്രോത്ത് എന്ന പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പ്രൊഫഷണൽ സ്കില്ലുകൾ, പ്രൊഫഷണൽസിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം പ്രൊഫഷണലിസം ഓർഗനൈസേഷനുള്ളിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക, അതിൽ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള ലിമിറ്റ് വെക്കും, ബൗണ്ടറീസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏതൊരു പേഴ്സണലും അയാളുടെ ഡെവലപ്മെൻറ്റും അത് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് മാറുകയും ചെയ്യും. ദെൻ ഓർഗനൈസേഷനുള്ളിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആളുകൾ റെഡിയാവും. കമ്പനിയെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആ പ്രൊഫഷണലിന് സാധിക്കും. ദെൻ വർക്കേഴ്സ് തമ്മിൽ പരസ്പരം, അല്ലെങ്കിൽ ക്ലയൻസോ സുപ്പീരിയേഴ്സോ സബോർഡിനേറ്റ്സ് ഒക്കെ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ദെൻ മിനിമൈസ് കോൺഫ്ലിക്റ്റ് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻക്രീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവർ ചെയ്യുന്ന ജോലിയിൽ അവരെന്തായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആൻഡ് ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അവരെന്തായിരിക്കും, ചെയ്യുന്ന വർക്കിനോട് അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. ആൻഡ് ഫൈനലി പേഴ്സണൽ ഗ്രോത്ത്, വർക്കിലുള്ള ഗ്രോത്തും ഒപ്പം തന്നെ നമുക്ക് എന്താണ്, പേഴ്സണലി ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പോയിൻറ്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.